I'm Ennemcien. What are eddy currents? Mention a few applications. ഒരു മെറ്റൽ ബ്ലോക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക. എന്നിട്ട് ഈ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മാറ്റുന്നു. ഒന്നുകിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, അല്ലെ മാഗ്നിറ്റ്യൂഡ് മാറ്റുന്നു, അല്ലെ രണ്ടും കൂടെ മാറ്റുന്നു. ഇതല്ല എങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു മെറ്റൽ ബ്ലോക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇത് ഏത് കേസ് എടുത്താലും ഇതിന് എതിർപ്പുണ്ടാവും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇൻഡക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. ചേഞ്ച് എവിടെ ഉണ്ടാകുന്നു അതിനെല്ലാം എതിർക്കും, ടു നള്ളിഫൈ ദി ചേഞ്ച്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു പുതിയ കറണ്ട് ഫോം ചെയ്തിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ എക്സ്റ്റേണൽ ഫീൽഡിനെ ഒപ്പോസ് ചെയ്തിട്ട് ഈ മൂവ്മെൻറ്റോ അല്ലെ ചേഞ്ചോ നള്ളിഫൈ ചെയ്യപ്പെടും. ഇങ്ങനെ ഉണ്ടാകുന്ന കറണ്ടാണ് എഡി കറണ്ട്സ്. ചെറിയ ചെറിയ ലൂപ്പുകളിലായിട്ട് ഫോം ചെയ്യും, അല്ലെ ഫൂക്കോൾട്ട് കറണ്ട് എന്നും പറയും. ഇതിപ്പോൾ ബി മോഡിലോട്ട് കാണിച്ചിരിക്കുക. ഇപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് മാറ്റുന്നു എന്നിരിക്കട്ടെ, അല്ലെ ഡയറക്ഷൻ മാറ്റുന്നു. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ബ്ലോക്കിനകത്ത് ഇങ്ങനെ കറണ്ട് ബിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഉള്ള പ്ലെയിനിൽ പല ലൂപ്പുകളിലായിട്ട് കൊച്ചു കൊച്ചു കറണ്ട് പാത്തുകളുണ്ടാവും. ഇത്തരം കറണ്ടുകളെയാണ് എഡി കറണ്ട്സ് എന്ന് വിളിക്കുക. അപ്പോൾ വെൻ എ മെറ്റൽ ബ്ലോക്ക് ഓർ എ മെറ്റൽ ബോഡി ഈസ് placed in a changing magnetic field, or when it is moved in a uniform magnetic field, small current paths are formed within the bulk of the material or metal body. These small in a planes perpendicular to the applied magnetic field. അതെടുത്ത് പറയണം. Such small current loops are called or known as eddy currents, or eddy എന്ന് പറയുമ്പോൾ ചുഴി, ചെറിയ ഒഴുക്കിലൊക്കെ ഉണ്ടാകും, വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും eddy currents or Foucault currents. ഇതിന് വൈഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡിസ്ക്, ഒരു സർക്കുലർ ഡിസ്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിലിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എഡി കറൻസ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഈ റൊട്ടേഷൻ റിട്ടാർഡഡ് ആവും, സ്ലോ ഡൗൺ ആവും, എന്നിട്ട് അങ്ങ് നിൽക്കും. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വണ്ടിയുടെയൊക്കെ ബ്രേക്ക് ഉണ്ട്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്സ് സിസ്റ്റം. അപ്പോൾ ഒരേ ആപ്ലിക്കേഷൻ അതാ പറയാം, ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം. മറ്റൊന്ന് ഈ ഓസിലേഷൻസ്, പ്രത്യേകിച്ച് മൂവിങ് കോയിൽ സസ്പെൻഡഡ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഗാൽവനോമീറ്റേഴ്സ് ഉണ്ട്. അവിടെ കോയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുക ഒരു ഫൈബറിൽ. ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് മിന്നൽ പോലെ കറണ്ട്, ഒരു ട്രാൻസിയൻ കറണ്ട്, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്പനേരം നിലനിൽക്കുന്ന കറണ്ട് ട്രാൻസിയൻറ്റ് എന്നാണ് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. അത്തരം കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് മിന്നൽ പോലെ പാസ് ചെയ്തങ്ങ് പോകും. കോയിൽ പെട്ടെന്നൊന്ന് വെട്ടിത്തിരിഞ്ഞിട്ട് പിന്നെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത റീഡിങ് മെഷർ ചെയ്യണമെങ്കിൽ, എടുക്കണമെങ്കിൽ ഇത് നിർത്തണം. അങ്ങനെ നിർത്തുന്നത് കൈകൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റും, അങ്ങനെല്ലാം കൂടെ പൊട്ടി പോകും, വളരെ സെൻസിറ്റീവാണ്. അതിനുവേണ്ടി പെട്ടെന്ന് നമ്മളൊരു ഡാമ്പിങ് എഫക്റ്റ് അതിനകത്തുണ്ടാക്കും. അതിന് സ്വിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ കോയിൽ മാഗ്നറ്റിക് പോൾസിൻ്റെ രണ്ട് മാഗ്നറ്റിക് പോൾ പീസസിന് ഇടയ്ക്കാണ് ഈ കോയിൽ. പെട്ടെന്ന് എഡി കറണ്ട് ഫോം ചെയ്യത്തക്കവണ്ണം ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കാം. അതിനെ ഡാമ്പിങ് എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ടു പ്രൊവൈഡ് ഡാമ്പിങ് ഇൻ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റേഴ്സ്, അത് മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ എല്ലാ ആക്ഷനും ഒന്ന് തന്നെയാണ്. മറ്റൊന്ന് ഹീറ്റ് ഡെവലപ്പ് ചെയ്യും ഈ എഡി കറൻസ്. ഇത് ഈ മെറ്റൽ ബോഡിക്ക് ഉള്ളിൽ എല്ലായിടത്തും പലയിടത്തായിട്ട് ഇങ്ങനെ ചുഴികൾ പോലെ കാരണം ഉണ്ടാകുക. അപ്പോൾ ഈ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് അങ്ങ് ചൂടാകും. ഒരു ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ആ ഹീറ്റ് കൊണ്ട് തന്നെ ഈ മെറ്റൽ ഉരുക്കാം, വെൽഡിങ്ങിന് ഉപയോഗിക്കാം, വെൽഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഉരുക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിനെയാണ് ഇൻഡക്ഷൻ ഫർണസ് എന്ന് പറയും. ഇൻഡക്ഷൻ ഫർണസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചോദ്യം ഒന്ന് കാണാം. അപ്പോൾ ഇത് ശല്യവുമാണ്. എഡി കറൻസ് ശല്യമാണ്. പ്രത്യേകിച്ച് ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ കോറ് ഈ പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിൽ കൂടെ ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോറിലുണ്ടാകുന്ന കോർ ഇരിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ വളരെ ശക്തിയായിട്ടുള്ള കറണ്ടും വോൾട്ടേജും ഒക്കെ ആണെങ്കിൽ എഡി കറൻസ് കാര്യമായിട്ടുണ്ടായിട്ട് ഈ കോറങ്ങ് ചൂടാകും. അത് പവർ നഷ്ടമാണ്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഈ ബ്ലോക്കുകൾ പല പല തിൻ ഷീറ്റ് ലാമിനേഷൻസ് കൊണ്ട് പാക്ക് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്കെല്ലാം ഇൻസുലേഷൻസ് ഉണ്ടാവും, വാർണിഷ് അടിച്ചുമൊക്കെ ഇൻസുലേഷൻസ്. അപ്പോൾ പുസ്തകത്തിൻ്റെ കടലാസ് കഷ്ണം പോയി ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കിയാൽ കാണാം ട്രാൻസ്ഫോമർ. ലാമിനേറ്റഡ് കോറായിട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെയും മോട്ടറിൻ്റെയൊക്കെ ഇലക്ട്രിക് മോട്ടോറിൻ്റെയൊക്കെ റോട്ടറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ദിസ് ഈസ് ടു റെഡ്യൂസ് എഡി കറണ്ട് ഫോമേഷൻ. അപ്പോൾ ഇത് ആണ് എഡി കറണ്ട് ലോസ് എന്ന് നമ്മൾ ട്രാൻസ്ഫോമറിൽ കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം. When a block of metal of resistance 100 ohm is placed in a rapidly varying magnetic field, energy is dissipated at 0.49 joule per second in the form of heat. Find the mean strength of eddy currents set up in the bulk of the block. Bulk എന്ന് പറഞ്ഞാൽ വോളിയം, ദി എൻറ്റയർ വോളിയം ഓഫ് ദി ബ്ലോക്ക്. ഇപ്പോൾ 0.49 ജൂൾ പെർ സെക്കൻഡ് ആ റേറ്റിലാണ് പവർ ഡിസിപ്പേഷൻ നടക്കുന്നത്. അതറിയാം, പവർ ഡിസിപ്പേഷൻ കറണ്ട് കൊണ്ടുണ്ടാകുന്ന പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ I²R. ഇപ്പോൾ P ഈക്വൽസ് I²R. ഇവിടെ എഡി കറണ്ട് ആണ് I, അതിൻ്റെ മെയിൻ വാല്യൂ. അപ്പോൾ ഇവിടെ നിന്ന് I എടുത്തു കഴിഞ്ഞാൽ √P/R ഈക്വൽ √0.49 ബൈ R 100 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ 100 0.49 റൂട്ട് എത്ര? 0.7 ബൈ 100 റൂട്ട് 10 0.07 ആംപിയർ. ഓർ ദിസ് ഈസ് 70 മില്ലി ആംപിയർ. That is the answer. Another one. A metal rod of length L is rotated about one end at uniform angular speed omega, angular velocity omega, in a plane perpendicular to a uniform magnetic field of strength B. Find the induced voltage between the ends of the metal rod. PQ ആണ് മെറ്റൽ റോഡ്. P എന്ന് പറയുന്ന എൻഡിനെ ബേസ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. DT സെക്കൻഡ് കൊണ്ട് d∠θ തിരിഞ്ഞ ആംഗിൾ എന്നിരിക്കട്ടെ. അപ്പോൾ PQ എന്ന് പറയുന്ന റോഡ് ഇപ്പോൾ PQ' വന്നിരിക്കുക. DT സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞ ആംഗിൾ എങ്കിൽ ഈ കാണുന്ന ഇത്ര ഏരിയ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് B, അത് ഇൻ ടു ദി പ്ലെയിനാ ഈ ഫീൽഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടക്ടറിന് പെർപെൻഡിക്കുലറായിട്ട്.
അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ കറക്കം കൊണ്ട് ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റഡ് ആയിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പി ക്യൂ ക്യൂ ഡാഷാണ്. ഇതിനെ നമുക്ക് ഈ ഡീത്തറ്റ ചെറുതാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായിട്ട് അങ്ങ് എടുക്കാം. ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡുമായിട്ട് വരുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായിട്ട് എടുക്കാം. ഇതിൽ ക്യൂ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽസ് ആർ തീറ്റ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ആർക്ക് ലെങ്ത് ക്യൂ ക്യൂ ഡാഷ് ഈക്വൽസ് റേഡിയസിന് വരെ എൽ ഇൻറ്റു ഡി തീറ്റ. Therefore, area created in time dt equals half pq into qq dash, half base into altitude. That is half into pq is L into altitude is qq dash, that is L d theta equals half L square d theta. എങ്കിൽ flux linkage, change of flux associated with this creation of area. ന്യൂ ഈ ഏരിയ ഇങ്ങനെ ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഈ മെറ്റൽ ബാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് associated with the area d phi equals b into area. അതൊക്കെ നേരത്തെ കണ്ടല്ലേ. b into area created, that is b into area created is half L square d theta. എങ്കിൽ ഫാരഡേസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് v ഈക്വൽസ് d phi by dt, മൈനസ് കളയാം പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ, ഈക്വൽസ് d phi by dt എന്ന് പറയുമ്പോൾ ബി എൽ ഹാഫ് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ b by 2 ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു d theta by dt എന്ന് വരും. d theta by dt is omega, the angular velocity. ചുരുക്കത്തിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ v ഈക്വൽസ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. ഇതാണ് ആൻസർ. ഈ റോഡിൻ്റെ സ്ഥാനത്ത് ഒരു സർക്കുലർ ഡിസ്ക്കാണ് കറങ്ങുന്നതെന്നിരിക്കട്ടെ. ഡിസ്ക് ഡൈനമോ ഒക്കെ ഉണ്ട്. ഒരു ഡിസ്ക് ഇട്ടിങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങിയാൽ അതിൻ്റെ സെൻറ്ററിനും റിമ്മിനും ഇടയ്ക്ക് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഫോർമുലയിലെ എല്ലിൻ്റെ സ്ഥാനത്ത് അവിടെ ആ ഡിസ്കിൻ്റെ റേഡിയസ് അങ്ങ് ഇട്ടുകൊണ്ടാൽ മതി. അപ്പോൾ വി ഈക്വൽസ് ഹാഫ് ബി ആർ സ്ക്വയർ ഒമേഗ എന്നങ്ങ് എടുത്തോണ്ടാൽ മതി. ഡിസ്കിൻ്റെ റേഡിയസ് ആർ, ഇവിടെ എല്ലിന് പകരം ആർ. ഇനി ഇതുകൂടാതെ ഈ കണ്ടക്ടർ രണ്ട് ഹാഫാന്നിരിക്കട്ടെ. ഇപ്പം അല്ലെങ്കിൽ അത് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. വൺ തേർഡെന്നോ ഇതൊക്കെ പറയാം. ഇനി ഒരു ഹാഫ് ഇൻസുലേറ്ററാണ്, മറ്റേ ഹാഫാണ് കണ്ടക്ടറുമാണ്. ആ കണ്ടക്റ്റിംഗ് പാർട്ട് അതിൻ്റെ ലെങ്ത് ഫോർമുലയിൽ എടുക്കാവും. അപ്പോൾ എല്ലെന്ന് പറയുന്നത് എൽ സ്ക്വയറിനകത്ത് എല്ലെന്ന് പറയുന്നത് ആ കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ലെങ്ത് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഒ പി ഇൻസുലേറ്റിംഗ് ആ, പി ക്യു കണ്ടക്റ്റിങ്ങും ആണ്, മൊത്തം ലെങ്ത് എല്ലും ആ. ഇത് മിഡ് പോയിൻ്റ് ഹാഫ് ഈക്വൽ ലെങ്താണ് രണ്ടിൻ്റെ എങ്കിൽ ഫോർമുലയിൽ ഇവിടെ നേരത്തെ കണ്ട എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇപ്പോൾ ഇത് ആറ് കണ്ടക്ടറാകുമ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് L/2 എടുക്കാവും. അപ്പോൾ ഹാഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ പി ക്യു കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ എൻസിനിടയ്ക്ക്. വി പി ക്യു ഈക്വൽസ് ഹാഫ് ബി ഇൻറ്റു L/2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഒമേഗ, ഓർ ദറ്റ് ഈസ് ബി എൽ സ്ക്വയർ ഒമേഗ ബൈ 8. ഇപ്പോൾ ഈ ലെങ്ത്ത്, ഈ കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ഹാഫ് ആയിരിക്കണമെന്നില്ല. അതിപ്പോൾ തരുന്നതനുസരിച്ച് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊള്ളുക. അനദർ വൺ, ഇതൊരു ലൂപ്പാണ്, സർക്കുലർ ഷേപ്പാണെന്നിരിക്കട്ടെ തൽക്കാലം, റേഡിയസ് 6. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് വെച്ചിരിക്കുക, ബി ഇങ്ങോട്ടാണ്. ഈ ബി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നെന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഡക്ഷൻ നടക്കും, ഇൻഡ്യൂസ് കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യും. പക്ഷേ നമുക്ക് അറിയാം ലെൻസസിലും അനുസരിച്ച് ഇത് എതിർക്കണം. ഈ ഫ്ലക്സ് ചേഞ്ച് എതിർക്കപ്പെടണം. അതിനെന്താ സംഭവിക്കും? ഇപ്പോൾ ബി ഇൻക്രീസ് ചെയ്യുന്നെന്നിരിക്കട്ടെ. ബി ഇൻക്രീസ് ചെയ്യുമ്പോൾ
ഈ കോയിലിനുള്ളിലെ ഈ ലൂപ്പിനുള്ളിലെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് ലിങ്കേജ് ഫൈ ഈക്വൽസ് ബി ഇൻറ്റു ഏരിയ ബി ഇൻറ്റു പൈ ആർ സ്ക്വയർ. അപ്പോൾ ബി കൂടുമ്പോൾ ഫൈ കൂടും, ഫൈ കൂടാൻ അനുവദിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഈ പൈ ആറങ്ങ് കുറയ്ക്കാൻ ശ്രമിക്കും. ലെൻസസും അനുസരിച്ച് ചെയ്യും. 6 കുറയാൻ ശ്രമിക്കും. അങ്ങനെ ലൂപ്പ് ഷ്രിങ്ക് ചെയ്യും. ഈ ലൂപ്പിൻ്റെ റേഡിയസ് കുറയ്ക്കാൻ ശ്രമിക്കും. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. നേരെ പറഞ്ഞ് നമ്മൾ ബി കുറയ്ക്കുകയാണെങ്കിൽ ഫൈ കുറയുമ്പോൾ 6 ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി 6 കൂടും. ഇപ്പോൾ കോയിൽ ലൂപ്പ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ പോയിൻ്റ് തലയിലിരുന്നാൽ മതി. ചേഞ്ചിനെ എതിർക്കുവാനുള്ള പ്രവണത പ്രകൃതി നിയമമാണ്. അത് ഈ ഫോർമുല കൊണ്ട് അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാം. താങ്ക് യു.